ഞാൻ എങ്ങനെയാണ് എല്ലാ വൈബും ഒരുപോലെ മാനേജ് ചെയ്യുന്നത്. ഈ കുഞ്ഞിന്റെ വൈബും പിടിക്കും, ഇതിലെ മുതിർന്ന മീര വസുദേവന്റെ ആ വൈബും പിടിക്കും. എല്ലാവരുമായിട്ടും ഇങ്ങനെ വൈബ് മാച്ച് ചെയ്ത് പോകുന്ന എങ്ങനെയാ? നമ്മൾ പല ആൾക്കാരെയും കാണുമല്ലോ. നിന്റെ വൈബും ഞാൻ മാച്ച് ചെയ്യാറില്ല. ഡബിൾ ട്രിപ്പിൾ 4 ടൈംസ്. അതൊരു എന്താ പറയണ്ടേ, നമ്മൾ അവരൊപ്പം തന്നെ നിൽക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവളുടെ ചെറിയ കുഞ്ഞു ആഗ്രഹം. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ അവൾ ഒരുപാട് തുറന്ന് സംസാരിക്കുകയുണ്ടായി അല്ലേ, സ്വപ്നങ്ങളെ കുറിച്ച്, അവളുടെ ആഗ്രഹങ്ങളെ കുറിച്ച്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വരെ ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മൾ പുതിയ ജനറേഷനുമായിട്ട് ആൾക്കാരുമായിട്ട് അഡാപ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അവരുടെ കൂടെ നിൽക്കുമ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഒരു 35-40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുമായിട്ട് ആക്ച്വലി ഡിസ്കഷനോ ബ്രെയിൻ സ്റ്റോമിങ്ങിന് പോലും ഇരിക്കില്ല. ഞാൻ ഇരിക്കുന്ന എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ തന്നെ 20-25 വയസ്സുള്ള പിള്ളേരാ. ഓക്കെ, 20-25. എന്നാലും മാത്രമേ നമുക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് അപ്ഡേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇല്ലേ, എനിക്ക് പ്രായം, ഞാൻ പറഞ്ഞ മാനസികമായി എനിക്ക് പ്രായമായിപ്പോ. അല്ലല്ല, അപ്പൊ നാളെ നീ വളർന്നു വരുമ്പോഴും യു ഷുഡ് അസോസിയേറ്റ് വിത്ത് പീപ്പിൾ, വിത്ത് യങ് പീപ്പിൾ, സോ ദാറ്റ് യു ഫീൽ യങ് ഇൻസൈഡ്. ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ നമ്മളില്ലേ, നമ്മളിപ്പോ ഇവരൊക്കെ നമ്മളെ വിളിക്കും, ഫോൺ വിളിക്കും, ശല്യം ചെയ്യും. ഇവരൊക്കെ നമ്മളില്ലേ വളരെ ഗ്രേസ്ഫുള്ളി അവോയ്ഡ് ചെയ്ത് കളയണം. വി ഡോണ്ട് നീഡ് സച്ച് പീപ്പിൾ ഇൻ അവർ ലൈഫ്. They mean nothing to us. No productivity, no creativity, just bullshit. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇത് എന്റെ ചാനലിൽ കൂടെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യാനുള്ളതാണല്ലോ ദൈവമേ.